കലയില് മത്സരാർത്ഥികൾക്ക് രാവും പകലുമില്ല. അത് നിർണ്ണയിക്കുന്ന ജഡ്ജിനും രാവും പകലുമില്ല. ഏറ്റവും നന്നായിട്ട് ആരാണ് പെർഫോം ചെയ്യുന്നത് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ജഡ്ജസിന്റെ നിയോഗം. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ് ഓരോ മത്സരാർത്ഥിയുടെയും ഉത്തരവാദിത്വം. അങ്ങനെ ഉത്തരവാദിത്വം കൃത്യമായി പൂവണിയിച്ചുകൊണ്ടുള്ള ഒരു കലാകാരി എൻ്റെ മുന്നിലുണ്ട്. കലാകാരിയും ആ കലാകാരിയെ കലയുടെ ഉത്തംഗ ശൃംഗങ്ങളിൽ എത്തിച്ച് വിജയശ്രീലാളിതമാക്കി പ്രാപ്തമാക്കി ഒന്നാം സ്ഥാനം വാങ്ങിച്ചു കൊടുത്ത ഗുരുനാഥയും എൻ്റെ കൂടെയുണ്ട്. അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂച്ചുപടിയിൽ എ ഗ്രേഡ് 1ാം സ്ഥാനം നേടിയ ശ്രീദേവിയുടെ പ്രിയപ്പെട്ട അധ്യാപിക ശ്രീഗംഗ. നമസ്കാരം, സ്വാഗതം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്നലെ നമ്മുടെ വേദിയിൽ ഇതേ സമയത്താണ് ഇന്നലെ ഉണ്ടായിരുന്നത്? ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇന്നലെ സുമിത് രാഘവ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നിങ്ങൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വന്ന ഉടൻ തന്നെ എന്നോട് നമ്മുടെ ഗംഗ ടീച്ചർ, നമ്മുടെ അധ്യാപകർ പറഞ്ഞു, ഇന്ന് അധികം എന്നോട് ചോദിക്കണ്ട, എല്ലാം ഇവരോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇന്നലെ ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചോദിക്കും അല്ലേ. ഇന്ന് ചോദിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഇനി നാളെയും ചോദിക്കാനുണ്ടാവും. എന്തായാലും പിന്നെ 2 ഇനത്തിലായിട്ടാണ് നമ്മൾ സംസ്ഥാനത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. കൂച്ചുപുടിയും പിന്നെ മോഹിനിയാട്ടത്തിലാണ്. കഴിഞ്ഞ തവണ എത്ര ഇനത്തിൽ പോയിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ തവണ 3 ഐറ്റം പോയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? മോഹിനിയാട്ടം, ഭരതനാട്യം, പിന്നെ പഞ്ചവാദ്യത്തിന്. ഇത്തവണ ഭരതനാട്യത്തിന് പകരം കുച്ചിപ്പുടിയിലേക്ക് മാറി അല്ലേ. കുഴപ്പമില്ല, കാരണം നമ്മള് ഒരേ ഐറ്റത്തിന് തന്നെ ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇച്ചിരി മാറ്റം നല്ലതാണ് അല്ലേ. സ്വന്തം സ്ഥലം എവിടെയാ? കല്യാശ്ശേരി. എവിടെ? കല്യാശ്ശേരി സ്കൂളിന്റെ അടുത്താണോ എവിടെയാണ്? സ്കൂളിന്റെ അടുത്താണ്. നമ്മുടെ കല്യാശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ജനകീയനായ മുഖ്യമന്ത്രിയുടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഇ കെ നായനാർ അല്ലെ. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമാണ്. പിന്നെ അങ്ങനെ ഉമേഷ് കല്യാശ്ശേരി, അങ്ങനെ ഒരുപാട് കലാകാരന്മാർക്കും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ആൾക്ക് ജന്മം നൽകിയ സ്ഥലമാണ് കല്യാശ്ശേരി. പഠിക്കുന്ന സ്കൂളിന്റെ പേര്? ഞാൻ സെന്റ് മൈക്കിൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ, അതായത് പഞ്ചവാദ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ഈ നൃത്തത്തില് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏതിനെയാണ്? ഭരതനാട്യമാണോ, കുച്ചിപ്പുടിയാണോ, മോഹിനിയാട്ടമാണോ, എന്താണ്? ഭരതനാട്യം ഒത്തിരി ഇഷ്ടമാണ്. അത് ചെറുത് മുതലേ പഠിച്ചു വരുന്നല്ലേ. ഭരതനാട്യം പിന്നെ ബാക്കിയെല്ലാം. ഭരതനാട്യം ഇഷ്ടാണ്, മോഹിനിയാട്ടം ഇഷ്ടാണ്, കുച്ചിപ്പുടി എന്ന് പറഞ്ഞാൽ ഇഷ്ടാണ്. അപ്പം അതായത് നമ്മൾ ഉണ്ടാക്കിയ ഒരു 3 വിഭവം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഏതിനാണ് സ്വാദ് കൂടുതൽ ചോദിച്ചാൽ എന്താ പറയാ എന്ന് പറഞ്ഞ് എൻ്റെ മണ്ടത്തരമായ ചോദ്യം ഞാൻ ചോദിച്ചതാണ് അല്ലേ. കാരണം നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യം നമുക്ക് ഏറ്റവും വലുതാണ് അല്ലേ എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടായാലും നമുക്ക് ഈ പെൺകുട്ടികൾക്ക്, നമ്മൾ ആൺകുട്ടികളല്ലേ ഈ ഭരതനാട്യം മോഹിനിയാട്ടം കളിക്കുന്നുണ്ട്. ഇതില് പിന്നെ ഏറ്റവും കൂടുതൽ ലാസ്യഭാവം, അതായത് ശ്രവണമായിട്ടുള്ള സംഭവം, അത് ഏറ്റവും കൂടുതൽ മോഹിനിയാട്ടത്തിലാണ് വരുന്നത്. മോഹിനി ആട്ടം, മോഹിനി എന്ന് പറഞ്ഞാൽ സ്ത്രീ കഥാപാത്രത്തെ പിന്നെ സങ്കല്പിക്കുന്നതാണ് അല്ലെ മോഹിനിയാട്ടം. ശരി, മോഹിനി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പുരാണത്തിൽ ആരെയാണ് സങ്കല്പിക്കുന്നത് മോഹിനി എന്ന് പറയുമ്പോൾ? വിഷ്ണുവും ശിവനും കൂടി ചേർന്നിട്ടുള്ള അവതാരം അല്ലെ. അയ്യപ്പന്റെ സൃഷ്ടിക്ക് പാർത്ഥമായ കഥാപാത്രമാണ് മോഹിനി എന്ന് പറയുന്നത്. ദേവന്മാരെ അടക്കം മോഹിപ്പിക്കുന്ന അത്രയും സൗന്ദര്യ വശ്യതയാർന്ന ഒരു രൂപമാണ് മോഹിനി എന്ന്. അപ്പൊ അതാണ് മോഹിനിയാട്ടത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നൃത്തത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതാണ്? മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഏതാണ്? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് മോഹിനിയാട്ടം അല്ലേ. മോഹിനിയാട്ടമാണ്. പഠിച്ചെടുക്കാൻ എളുപ്പം ഏതാണ്? എളുപ്പമായിട്ട് അങ്ങനെ ഉണ്ടോ? ഇല്ല, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള. പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ഇച്ചിരി വിഷമമുള്ളതാണ് അല്ലെ. വീട്ടിൽ ആരൊക്കെയാണ് ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ? വീട്ടില് അമ്മ, അച്ഛൻ, ഏച്ചി ഡാൻസർ ആണ്. സ്റ്റേജിലൊക്കെ പോയി. ശ്രീലക്ഷ്മി. ഇപ്പൊ എന്ത് ചെയ്യുന്നു ചേച്ചി? ഇപ്പൊ US-ലാണ്. ഇവിടെ വന്നിട്ടില്ല? ഇല്ല, ഇപ്പൊ അമേരിക്കയിലാണോ? കുഴപ്പമില്ല. നിങ്ങൾ ഈ നമ്മുടെ ലൈവ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ചേച്ചിയെ വിളിക്കുക. എന്നിട്ട് കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ ഒന്ന് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറയാ. കാണട്ടെ, അമേരിക്കയിൽ കാണണ്ട. പിന്നെ കണ്ട നമ്മുടെ കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ ഇവിടെ മാത്രമല്ലോ, അമേരിക്കയിലുണ്ട് നമുക്ക് പിടിയെന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട് അല്ലേ. ഇതിൽ വളരെ സന്തോഷം. പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യുന്നത്? അച്ഛൻ ബിസിനസ്. അവിടെ കണ്ണൂർ നാട്ടിൽ തന്നെയാണോ? അച്ഛനോട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അമ്മയുടെ പേര് രാജശ്രീ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഒന്നും ചെയ്യുന്നില്ല. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? വേറെ ആരുമില്ല. നിങ്ങള് 4 പേരാണ്. ഇതില്
കലയുമായിട്ട് ബന്ധം അച്ഛനാണോ അമ്മയ്ക്കാണോ? ചേച്ചി ഡാൻസറാന്ന് പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾ രണ്ടുപേരും ഒഴികെ അച്ഛനാണോ അമ്മയ്ക്കാണോ കലയായിട്ട് ഏറ്റവും കൂടുതൽ ഡാൻസ് ആയാലും സംഗീതമൊക്കെ ആയാലും? അത് അച്ഛന്. അച്ഛന് എന്തൊക്കെയാണ്? അച്ഛൻ പാട്ടെല്ലാം പാടും. ആഹാ, എവിടെ? അച്ഛൻ പാട്ട് പാടും. ആ, അച്ഛൻ പാട്ട്. പിന്നെ അച്ഛൻ നല്ല ഫോട്ടോഗ്രാഫറാണോ? ഒരുപാട് അല്ലേ? ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ കണ്ടപ്പോ ഒരുപാട് ഫോട്ടോസ്, സൂര്യൻ ആ ഉദിക്കുന്നതും ചന്ദ്രൻ ഉദിക്കാൻ പോകുന്നതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മാത്രം ഒരുപാട് വിഷലൊക്കെ എടുത്ത് വെച്ച് ഞാൻ കണ്ടായിരുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അവന് ടീച്ചർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. നമ്മൾ ഒരുപാട് തവണ കാണുന്നു, കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോകുമ്പോ, അതായത് ഇന്നലെ നമ്മുടെ ഇവിടെ വന്നിട്ട് പിന്നെ മോഹിനിയാട്ടത്തിൽ അല്ലേ, മോഹിനിയാട്ടത്തില് ഫസ്റ്റ് പ്രൈസ് നേടിയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്ന സമയത്ത് സുമിത് ഇന്റർവ്യൂ ചെയ്ത് അതിനുശേഷം ഞാൻ പറഞ്ഞു നാളെയും കാണണം എന്ന് പറഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു നാളെ മത്സരമുണ്ട്. ഞാൻ പറഞ്ഞു നാളെ 1ാം സ്ഥാനം വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ഡയലോഗ് എന്താ പറഞ്ഞേ? നാവ് പൊന്നാവട്ടെ എന്ന് ടീച്ചർ എന്നെ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എന്റെ മുന്നിൽ തന്നെ വന്നു വിട്ടു. 1ാം സ്ഥാനം വാങ്ങിയിട്ട് വളരെ സന്തോഷമുണ്ട്. എന്തായാലും വാക്ക് എനിക്ക് ഞാൻ പറഞ്ഞെങ്കിൽ നല്ല മോള്, ഞാൻ പറഞ്ഞൊന്നുമില്ല, മോള് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഇതിപ്പം 4 വർഷത്തോളായി ഈ ഒരു ആർട്ട് ഫോമിനെ കിട്ടാൻ വേണ്ടി നമ്മള് അത്രയും കഷ്ടപ്പെടുന്നു. എപ്പോഴും കിട്ടാറില്ല, ഓരോ പ്രശ്നങ്ങളും. അപ്പം ഇന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചർക്ക് കരയാൻ തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. കണ്ണു നിച്ച് വെള്ളം ചാടുന്നുണ്ടോ എന്നുള്ള? വേണ്ട, കരയല്ലേ, കരയരുത്. ഓക്കെ, എന്തായാലും സന്തോഷാശ്രു എന്നൊക്കെ പറയില്ലേ? അതെ, സന്തോഷാശ്രു, കണ്ണുനീരെന്നൊക്കെ പറയും. ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ടീച്ചർ ഹാപ്പി അല്ലേ? സന്തോഷം. ഈ സന്തോഷത്തിന്റെ ചില ആൾക്കാർ നമ്മൾ സന്തോഷം കേക്ക് കട്ട് ചെയ്യും അല്ലേ, ചില ആൾ ഉറക്കെ കൂവും, ചില ആൾക്ക് മധുരമായിട്ട് പാടും. അപ്പൊ ടീച്ചർ രണ്ടുപേരും പാട്ട് പാടും. ടീച്ചർക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ ഏതാന്ന് പറയുന്നില്ല, ഏതായാലും രണ്ടുപേര്. ഒന്നാമത്തെ കാര്യം, ഞാൻ പാട്ട് പാടാറേ ഇല്ല. മതി, പാട്ട് പറഞ്ഞാലും മതി. പാട്ട് പറയാ, നമുക്ക് റെഡി. എനിക്ക് ഡാൻസ് കളിക്കാനില്ല. കുഴപ്പമില്ല. അണ്ണാരക്കണ്ണനും തന്നാലായത് കുയിൽനാദത്തിൽ പാടിക്കോളൂ. റെഡി, ആസ്വദിക്കാൻ വേണ്ടി പോവാണ് നർത്തകിയായ നമ്മുടെ ശ്രീഗംഗ ടീച്ചർ. രണ്ടുപേര് പാട്ട്. ഇത് ടെലികാസ്റ്റ് ആക്കണ്ട. ക്യാമറ ഓഫ് ഓഫാക്കി നോക്ക്. റെഡി, ക്യാമറ ഓഫാണ്, കാണുന്നില്ല, ക്യാമറ ഒന്നും ഓൺ ആയിട്ടില്ല, ഓഫാണ്. ആ, റെഡി. അലൈമഴை வரும் அதில் நனைவோமே குளிர் காற்றலோடு ஸ்நேகம் ஒரு பூவைக்குள் இது பூவும். லிரிக்ஸ் അറിയില്ലേ? குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்த கூட அன்பே மனமத்தை ஏதா எதை பார்க்கும். ഫേവറേറ്റ് സോങ്. അടിപൊളി. അപ്പൊ ടീച്ചർ നൃത്തത്തിൽ മാത്രമല്ല നന്നായിട്ട് പാടുന്നുണ്ട്. ടീച്ചർ അപ്പം മനസ്സിരുത്തി കഴിഞ്ഞാൽ നല്ലൊരു പാട്ടുകാരി കൂടിയാവാം. പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പോയിട്ടില്ല. എനിക്ക് ഇരുത്തുറക്കൂല. ഒന്നും ധൈര്യമായിട്ട് ഇരുന്നോളൂ, ധൈര്യമായിട്ട് പാടാം കേട്ടോ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരി നമ്മുടെ ശ്രീദേവി പിന്നെ മത്സരങ്ങളായിട്ടാണ് നമ്മുടെ ജില്ലയുടെ സംസ്ഥാനത്തേക്ക് പോകുന്നത്. ഇവള് സബ് ജില്ലയില് അപ്പീൽ എടുത്തിട്ടാണ് ഫസ്റ്റ് വാങ്ങിയിട്ടത്. അതാണെന്നറിയോ, നമ്മുടെ കഴിവുണ്ടെങ്കിൽ നമ്മളെ തേടിയെത്തുന്നതാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. നമ്മൾ എവിടെയും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തളരാൻ പാടില്ല. ലക്ഷ്യം വേറെയുണ്ട്, നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ലക്ഷ്യമാണ് നമ്മുടെ ഉന്നം. പിന്നെ ടീച്ചർ വാങ്ങി കൊടുത്തിയാന്ന് പറഞ്ഞേ, ഇവള് കളിച്ച് വാങ്ങിയതാ. അതാണ്, ടീച്ചർ വാങ്ങിക്കൊടുത്തു, ടീച്ചർ കാണിച്ചു കൊടുത്തു, പിന്നെ നമ്മുടെ ശിഷ്യ അത് നേടിയെടുത്തു. അതാണ് നമുക്ക് ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ എത്തിച്ചേരേണ്ടത് പോകുന്ന ആളാണ്. അങ്ങനെ ടീച്ചർ ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുത്തു. നമ്മുടെ സഹോദരി ശ്രീദേവി അവിടെ പോയി എത്തി എന്നുള്ളതാണ്. ഇനി സ്റ്റേറ്റിലേക്ക്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുക. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. ടീച്ചർ ഇനി പാടുകയും ചെയ്യുക. ഓക്കെ, ഇന്നലെ വേറെ സമ്മാനമാണ്, ഇന്ന് വേറെ സമ്മാനം ഇരിക്കട്ടെ. വളരെ സന്തോഷം. എല്ലാവരും അന്വേഷണം അറിയിക്കുക.